ചേരുന്നു. ശ്രീ തങ്കച്ചൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ പുരോഗമന കേരളം, നവോത്ഥാന കേരളം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ IM വിജയൻ ഒരു ഷൂ ഇട്ടോ ചെരുപ്പിട്ടോ ഈ നിലവിളക്കിന് മുന്നിലൂടെ പോയാൽ ആകെ കൂടി തകർന്നു പോകുന്നതാണ് ഇവരുടെ ഉള്ളിലെ എല്ലാവിധ വികാരങ്ങളും. നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരു പറയ സമുദായത്തിൽപ്പെട്ട ഒരു ദളിത് യുവാവാണ്, ദളിതാണ് ഞാൻ. എനിക്കിപ്പോൾ 60 വയസ്സാണ്. എന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾക്കറിയാം, ഒരു നായർ സമുദായത്തിലെയോ ഒരു ഈഴ സമുദായത്തിലെയോ നമ്മളൊരു കല്യാണത്തിനോ മറ്റുള്ള ചടങ്ങുകളിൽ വിളിച്ച് തീർച്ചയായിട്ടും പറയാൻ എന്ന രീതിയിൽ അവർ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്റെ ഭാര്യ MA BEdകാരിയാണ്. തൊട്ടടുത്ത സ്ഥാനാർത്ഥി LDFിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ച് LDFിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ച ഒരു ഈഴവ സ്ത്രീയാണ്. അവർ 10ാം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത അവര് LDFകാർ ചോദിച്ചതിനറിയോ, പറയത്തേക്ക് വോട്ട് ചെയ്യണോ അതോ ചൊവ്വത്തേക്ക് വോട്ട് ചെയ്യണോ? ഇങ്ങനെയുള്ള കാലം ഇന്നും ഉണ്ട് സാറേ കേരളത്തിൽ. ഇത് എന്റെ അനുഭവം അല്ലാതെ ഞാൻ മറ്റൊരാളുടെ അനുഭവമല്ല പറയുന്നത്. നമുക്കറിയാം, പള്ളിയിൽ ചേർന്നാൽ പുലയൻ, പള്ളിയിൽ ചേർന്നാൽ അവസ്ഥക്രൈസ്തർ, പറയൻ പള്ളിയിൽ ചേർന്നാൽ അവസ്ഥക്രൈസ്തർ. അതേസമയത്ത് ഒരു ഈഴവൻ പള്ളിയിൽ ചേർന്നാൽ അവരെ അങ്ങനെ പറയാല. അത് ഈഴവനക്ക് അങ്ങനെ മാറാറില്ല. എന്റെ അനുഭവത്തിൽ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ട കാലത്ത് സാറേ ഒത്തിരി ജാതി അധിക്ഷേപങ്ങൾ എന്റെ അധ്യാപകരിൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്റെ മക്കളിൽ കൂടി ഇത് ഉണ്ടാകുന്ന. ഞാൻ നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല കാര്യങ്ങൾ നടത്തി. ഇപ്പോൾ പറഞ്ഞ് ഇവിടെ പലരും ജാതി ഇല്ലാന്ന് ആക്ഷേപിക്കും പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, എന്റെ മക്കൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ദളിത് സമുദായത്തിൽപ്പെട്ടതാണ്. ഈ സമുദായത്തിൽപ്പെട്ട് എന്റെ മക്കളെ ഈ ജാതി ഇല്ലാന്ന് പറഞ്ഞ മക്കളെ കൊണ്ട് വിവാഹം കഴിക്കാൻ തയ്യാറാകും എപ്പോഴും ഇല്ല. അവരും ജാതിയുടെ പേരിൽ മാറ്റി നിർത്തും എപ്പോഴും. നമ്മളൊരു അമ്പലത്തിൽ ചെന്ന് നമ്മളൊരു വഴിപാട് നടക്കും, വഴിപാടും ദൈവത്തിന് ഇല്ല ജാതി മതമൊന്നും. പക്ഷെ അവിടെ നായർക്കോ അല്ല അവിടുത്തെ പൂജാരിക്കോ അവിടുത്തെ കടകത്തിരിക്കുന്ന നായന്മാർക്കോ ഒക്കെ ജാതി ആക്ഷേപത്തിന് വേണ്ടി നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിനൊരു മാറ്റി നിർത്തുന്ന രീതിയിലേക്കാണ് വരുന്നത്. ഇത്തരം കാര്യങ്ങൾ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് സാറേ. എനിക്ക് 60 വയസ്സുണ്ട്. ഇത്രയും കാലഘട്ടത്തിൽ എനിക്കറിയാം, നമ്മളൊരു സദ്യ കഴിച്ചു വരുമ്പോൾ എന്റെ പറയാൻ ഇല കൊണ്ട് വരുന്നു മാറി നിൽക്കുന്നു പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും അനുഭവമുണ്ട്. ഈ അനുഭവം പറഞ്ഞു വെച്ചാൽ ഒത്തിരി വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടത് പറയുന്നത്. ഈ ഒരു സത്യം പറയും ഇങ്ങനെ ഒരു കാര്യം ഇതെടുക്കുന്നതിൽ എപ്പോഴും ന്യൂസ് സൈറ്റിനോട് ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുകയാണ്. കാരണം ഇതൊക്കെ നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ, മറ്റൊരു ചാനലിനെ കൊണ്ട് കഴിയല്ല എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളാണ് സാറേ. ഇതിനൊക്കെ നമുക്ക് ഉച്ചനീതത്തിന്റെ പേരിൽ മാറ്റി നിർത്തി. നമുക്കറിയാം നെയ്യാറ്റിൻകര വാസുദേവൻ, അതൊക്കെ ഉച്ചനീതത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയ കലാകാരൻ കലാകമ്പണി, അതുപോലെ ഇവരെ പോലുള്ളതൊക്കെ ഈ ജാതിയുടെ മതത്തിനെ പറ്റി മാറ്റി നിർത്തിയ കലാകാരൻ, അവരുടെയൊക്കെ പിന്നെ അവർ വന്നിരിക്കുന്ന അവർക്ക് പഠിച്ച് നമുക്കറിയാമല്ലോ. നെയ്യാറ്റിൻകര വാസുദേവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഗാംഭീര്യമായി കർണാടകത്തിൽ പ്രാവീണ്യമുള്ള ഒരാളാണ്. അവരെയൊക്കെ എത്രയോ ഗാനങ്ങൾക്കാണ് അവരെയൊക്കെ മാറ്റി നിർത്തി. ഇതൊക്കെ നമുക്കറിയാം. നമ്മുടെ സമുദായത്തിൽ ഇപ്പോഴും ജാതി വ്യവസ്ഥകളും എല്ലാം ഉണ്ട്. നമുക്കറിയാം, ജാതി ഇല്ലാതെ ഒരു കാരണവശാലും ഒരു മനുഷ്യൻ ഇന്നത്തെ കാലം ജീവിക്കത്തില്ല. നമുക്ക് സംവരണം ഉണ്ടെന്ന് പറഞ്ഞു സാറേ. എനിക്ക് കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലേ സംവരണം കിട്ടുള്ളൂ. കാരണം അല്ലെങ്കിൽ നമുക്ക് സംവരണം കിട്ടും ഇല്ല. ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ നിലനിൽപ്പിന് എപ്പോഴും ഈ ഒരു എതിർപ്പ് ഉണ്ടാകണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അങ്ങനത്തെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാൾ അങ്ങനെ അനുഭവങ്ങൾ പറയുമ്പോഴെങ്കിലും മുൻ അഭിപ്രായം പറഞ്ഞ ആളുകളൊക്കെ അത് കേട്ട് കാണും എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം കൂടിയാണ് പറയുന്നത്. ഈ പുതിയ കാലത്ത് പോലും അത്തരം ജാതിയുടെ പേരിൽ അപമാനം നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് കേരളത്തിന് നാണക്കേടാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.